മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം പ്രചാരണ വിഷയമാക്കി മുന്നണികൾ. മഴക്കാലം തുടങ്ങും മുമ്പ് തയ്യാറാകുമെന്ന് പറഞ്ഞ വീടെവിടെയെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യം. ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന ചോദ്യമാണ് CPIM ഉയർത്തുന്നത്. കോടമഞ്ഞിൻകുളിരുള്ള വയനാട്ടിൽ ഇപ്പോൾ നീറിപ്പുകയുന്ന വിവാദം ടൗൺഷിപ്പാണ്. പ്രധാന മുന്നണികളുടെ ടൗൺഷിപ്പ് പദ്ധതികൾ കുടികൊള്ളുന്ന കൽപ്പറ്റ മണ്ഡലത്തിൽ പ്രചാരണത്തിന് ചൂടുപിടിപ്പിക്കാൻ ടൗൺഷിപ്പുകളല്ലാതെ മറ്റെന്തുണ്ട് പാരിൽ? അങ്ങനെയാണെങ്കിൽ തുടക്കമിടാൻ റവന്യൂ മന്ത്രിയാണ് നല്ലത്. ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. മാസം 1 കഴിഞ്ഞു. സർക്കാർ ടൗൺഷിപ്പിൽ ജോലികൾ ഇനിയും പൂർത്തിയാകാനുണ്ടെങ്കിലും ദുരന്തബാധിതർക്ക് പരാതിയൊന്നുമില്ലാത്തതിനാൽ LDF സേഫ്. ടൗൺഷിപ്പിൽ വീടുകളുടെ 178 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതാണ്. നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ വിഷുവിന് മുമ്പായി തന്നെ അവർക്ക് താമസിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ കൈമാറും. കഴിഞ്ഞില്ല, ഇനി വിമർശനത്തിനുള്ള സമയമാണ്. ഇത് 19/3/2026 പഞ്ചായത്ത് സെക്രട്ടറി വിവരാവകാശ നിയമപ്രകാരം നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അവിടെ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ യാതൊരുവിധ അപേക്ഷയും പഞ്ചായത്തിൽ ഇന്ന് വരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഈ വിവരാവകാശ പ്രകാരം പറയുന്നത്. പിന്നെ പ്രതിഷേധമായി, സമരമായി, മുളയായി, കുടിലായി, ആകെ ബഹളം. അടിച്ചോടിക്കുമായിരുന്നു. ഞങ്ങളുടെ സ്ഥലമാണ്, നമ്മുടെ വീടിന്റെ അകത്ത് വന്ന് നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടിൽ കെട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടിൽ കെട്ടി സമരം ചെയ്താൽ അവിടെ അടിച്ചോടിക്കും. അതിത്തിരി കൂടിപ്പോയില്ലേ? DYFI നടത്തുന്ന പ്രതീകാത്മക കുടിൽകെട്ടൽ സമരവും കോൺഗ്രസിന് ഭവന പദ്ധതി സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറാനുള്ള അവരുടെ നീക്കവും വെറും സമരാഭാസം മാത്രമാണ്. പക്ഷെ കോൺഗ്രസ് പദ്ധതിക്കായി സ്വരുക്കൂട്ടിയ പണം എവിടെയെന്ന ചോദ്യമുണ്ട്. അല്ല, കോൺഗ്രസിന്റെ വീടുകളെപ്പോൾ പൂർത്തിയാകും? 100% നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനകത്ത് എല്ലാ രീതിയിലുള്ള അനുമതികൾ ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കും. കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടുകളും നമ്മൾ കൊടുക്കും. ആ ഭവന പദ്ധതി നമ്മൾ പൂർത്തീകരിക്കും. UDF സ്ഥാനാർത്ഥിയും പറയുന്നത് അതുതന്നെ. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യമുള്ള മറുപടി. ഞങ്ങൾ തറക്കല്ലിട്ടു. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള നിർമ്മാണ കമ്പനിയെ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ബ്ലോക്ക് തിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അവിടെ കിണർ ഒഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തി. എല്ലാ നടപടികളും പുരോഗമിക്കുകയാണ്. 6-7 മാസം കൊണ്ട് ഫസ്റ്റ് ഫേസ് വീട് നിർമ്മാണവും കോൺഗ്രസിന്റെ പൂർത്തീകരിക്കും. മുസ്ലിം ലീഗ് നിർമ്മിച്ച ആദ്യഘട്ട വീടുകൾ പൂർത്തിയായതുകൊണ്ട് തന്നെ UDFും സേഫ്. കഴിഞ്ഞില്ല, പുറകെയുണ്ട് BJP ജില്ലാ പ്രസിഡന്റ് കൂടിയായ NDA സ്ഥാനാർത്ഥിയുടെ വിമർശനം. മഹാരാഷ്ട്ര ഗവൺമെന്റ് 10 കോടി രൂപ കൊടുത്തു, ഉത്തർപ്രദേശ് ഗവൺമെന്റ് 10 കോടി രൂപ കൊടുത്തു, ഛത്തീസ്ഗഡ് ഗവൺമെന്റ് 5 കോടി കൊടുത്തു. ഇതൊക്കെ എപ്പോൾ കൊടുത്തു? ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കൊടുത്തു. അതൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ടൗൺഷിപ്പ് എന്ന് പറയുന്ന ശുദ്ധ തട്ടിപ്പ്. ആകെ മൊത്തം കൺഫ്യൂഷനായോ? എന്നാൽ ജനങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനുമില്ല. കൽപ്പറ്റ മണ്ഡലം ആർക്കൊപ്പമാണെന്നറിയാൻ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.